കുക്കിംഗ് റീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ തിരുതക്കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ തിരുതയാണ് എടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതെങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിൽ, ചൂടായിരിക്കുന്ന മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയിട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഒരു 3 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ കുറച്ച് കുറവായത് തോന്നിയതുകൊണ്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം അരപ്പിൻ്റെ സ്മെല്ലൊക്കെ മാറി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ അരച്ച് വെച്ച ജാറിലേക്ക് 1 ഗ്ലാസ് ഒഴിച്ചിട്ട് അത് കഴുകിയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 2 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളുടെ ചാറ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കിലോ തിരുത ഓരോ കഷ്ണങ്ങളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മീനെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഈ മീനൊക്കെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടേക്കണേ. ഞാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.